അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, ഇതിൽ രാഷ്ട്രീയ വ്യത്യാസം മറന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ ശേഷവും ആ പ്രതിയെ പിടികൂടുന്നതിൽ, അപകടകാരിയായ ആ ക്രിമിനലിനെ പിടികൂടുന്നതിൽ പോലീസിന് അനാസ്ഥയുണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമായി കഴിഞ്ഞല്ലോ. ഇതിൽ ആ SHOക്കെതിരെ നടപടി ഉണ്ടാകേണ്ടതല്ലേ? എന്താണ് ഈ ഘട്ടത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? സ്മൃതി, ഒരു ക്രിമിനൽ കേസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നീതി നിർവഹണം ഉറപ്പുവരുത്താൻ പോലീസും പ്രോസിക്യൂഷനും കോടതിയും ഒരേപോലെ തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒരു കുറ്റകൃത്യം നടന്നാൽ സമയബന്ധിതമായി കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിക്കുകയും ആ കുറ്റപത്രം കിട്ടിക്കഴിഞ്ഞാൽ കോടതി അതിൽ സമയബന്ധിതമായിട്ട് വിചാരണ ആരംഭിക്കുകയും നീതി നിർവഹണം ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇപ്പോൾ ഇതിൽ ആദ്യ കൊലപാതകം നടക്കുന്നത് 2019 ഓഗസ്റ്റ് മാസം 30-ാം തീയതിയാണ്. ആ കൊലപാതകം നടന്നതിന് ശേഷം 4 മാസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചു. 2020 ആദ്യ മാസങ്ങളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചു. ഏകദേശം 3 വർഷത്തോളം ഈ കേസിലെ പ്രതി ജയിലിലായിരുന്നു. ജാമ്യം നിഷേധിക്കപ്പെട്ടു. സാധാരണ കുറ്റപത്രം സമയബന്ധിതമായി സമർപ്പിച്ചാൽ പ്രതി ജയിലിലാണെങ്കിൽ ആ ട്രയൽ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുക എന്നതാണ് കോടതികൾ സാധാരണ ചെയ്യാറ്. അതായത് കുറ്റപത്രം സമർപ്പിച്ച കേസുകളിൽ പ്രതിക്ക് ജാമ്യം കൊടുക്കുന്നത് വളരെ വിരളമാണ്. അപ്പോൾ 2020 ആദ്യ മാസങ്ങളിൽ തന്നെ ഇതിന്റെ കുറ്റപത്രം സമർപ്പിച്ചു. പിന്നെ തുടർന്ന് വിചാരണ നീണ്ടുപോകുന്നു. പ്രതി ജയിലിൽ തന്നെ തുടരുന്നു. അവസാനം ജാമ്യാപേക്ഷ കൊടുത്തു. ആ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് 2022 മെയ് മാസം 24-നാണ് ജാമ്യം അനുവദിക്കുന്നത്. ആ ജാമ്യം അനുവദിക്കുമ്പോൾ പ്രോസിക്യൂഷൻ കൊടുത്ത എതിർപ്പ് രേഖ ഒരു വരി ഞാൻ വായിക്കാം. കേസിൽ മരണപ്പെട്ട സജിതയുടെ ബന്ധുക്കൾ അയൽവാസികളായതിനാലും പ്രതിയോട് കടുത്ത പക സൂക്ഷിക്കുന്നതിനാലും പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്ന പക്ഷം പ്രതിയുടെ ജീവന് ഭീഷണി ഉള്ളതിനാലും സ്ഥലത്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാലും ഈ കേസിലെ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്ന പക്ഷം സാക്ഷികളെ സ്വാധീനിച്ച് കേസിന്റെ സുഗമമായ നടത്തിപ്പിനെ തടസ്സപ്പെടുത്തുന്നതിന് സാധ്യതയുള്ളതിനാലും പ്രതിയുടെ ജാമ്യാപേക്ഷ നിരസിച്ച് ഉത്തരവുണ്ടാകണമെന്ന് 11/5/2022 പോലീസ് കൊടുത്ത മറുപടിയാണ്, ജാമ്യാപേക്ഷയ്ക്കുള്ള മറുപടിയാണ് ഞാൻ വായിച്ചത്. ആ 11/5/2022 മറുപടി കൊടുത്തിട്ടും 24/5/2022 ജാമ്യം അനുവദിച്ചു. ആ ജാമ്യം അനുവദിക്കുമ്പോൾ നെന്മാറ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പ്രവേശിക്കരുത് എന്ന കണ്ടീഷനാണ് ഈ ജാമ്യത്തിന്റെ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുശേഷം ഏകദേശം 1.5 വർഷങ്ങൾക്ക് ശേഷം 2023 ഒക്ടോബർ മാസം 4-ാം തീയതി ഒരു CMP കൊടുത്ത് ഈ കണ്ടീഷൻ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുത്തു. ആ കണ്ടീഷൻ ലിഫ്റ്റ് ചെയ്യാനുള്ള അപേക്ഷ സെഷൻസ് കോടതി പരിഗണിക്കുമ്പോഴും പോലീസ് അതിശക്തമായി തന്നെ അതിനെ എതിർത്തിട്ടുണ്ട്. On going through the report of the SHO concerned, it is seen that the accused and the relatives of the victim are residing within the same locality within the limit of Nenmara police station. If the condition number 3 is lifted, there is possibility of serious threat to the life of the petitioner and other law and order issues are in the locality. Having regard to the fact and circumstances of the case, I am of the considered view that the condition number 3 can be modified. In the circumstances, condition number 3 in the order dated 24/5/2022 stand modified. The petitioner shall not enter into the limit of the Nenmara Panchayat until the conclusion of the trial. നെന്മാറ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ നെന്മാറ പഞ്ചായത്ത് അതിർത്തിയിൽ ഈ കേസിന്റെ വിചാരണ തീരുന്നത് വരെ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ കോടതിയാണ് പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും എതിർപ്പ് അവഗണിച്ചുകൊണ്ട് മോഡിഫൈ ചെയ്തത്. അങ്ങനെ മോഡിഫൈ ചെയ്യപ്പെട്ട ഉത്തരവ് കൃത്യമായി 4/10/2023 ഏകദേശം ഒരു 1.25 കൊല്ലം മുമ്പാണ്. പക്ഷേ ഈ പ്രതി അവിടെ ജാമ്യ വ്യവസ്ഥ പാലിക്കാതെ വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അവിടുന്ന് ലൊക്കാലിറ്റിയിലുള്ള ആളുകൾ പരാതി കൊടുത്തു. ഈ കുടുംബം, ആ കുട്ടി പറഞ്ഞു, പരാതി കൊടുത്ത ഡേറ്റ് എല്ലാം പറഞ്ഞു 29/12/2024. അതിൽ അയൽവാസിയായ മനുവിന്റെ പരാതിയുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്ത് വരികയും ആ വീട്ടിൽ നിന്ന് ഈ ശ്രദ്ധയിൽപ്പെട്ട ചെന്താമര വന്നാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയുന്നു, കൂട്ടിക്കൊണ്ടുപോകുന്നു, താക്കീത് നൽകുന്നു. പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് കയറുന്നില്ല. എന്നിട്ട് ഇൻസ്പെക്ടർക്ക് പുറത്തേക്ക് പോയി അയാളോട് കാര്യങ്ങൾ പറയേണ്ടി വരുന്നു. എന്നിട്ട് അയാൾ പറയുകയാണ്, ഞാൻ തിരുപ്പൂരിലേക്ക് പോയിക്കോളാം, അയാൾ അവിടെ നിന്ന് നാട് വിട്ടോളാം എന്ന് പറയുന്ന ഉറപ്പിൽ പറഞ്ഞു വിടുകയാണ്. ഒരു ക്രിമിനൽ വന്ന് ആ വാക്ക് തരുമ്പോഴേക്കും അത് വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അയാൾ പൊയ്ക്കോളും എന്ന് എങ്ങനെയാണ് പോലീസ് വിശ്വസിക്കുക? മാത്രമല്ല, ആദ്യ കൊലപാതകത്തിന് ശേഷം അയാളെ പിടിച്ചു കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ ഇനിയും കൊല്ലും എന്ന ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു എന്നാണ് ആ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന പോലീസുകാരൻ തന്നെ പറയുന്നത്. ഇനിയും കൊല്ലുമെന്ന ഭീഷണി മുഴക്കുന്നുണ്ട്.
അയാൾ അപകടകാരിയാണ്. അയാളെ പിടികൂടിയത് തന്നെ ആദ്യത്തെ കൊലയ്ക്ക് ശേഷം പിടികൂടിയത് ഒരുപാട് തിരച്ചിൽ നടത്തിയ ശേഷമാണ്. അയാൾ കാട്ടിനുള്ളിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് അയാൾക്ക് ഭക്ഷണം കിട്ടാതെ വിശന്ന് അയാളുടെ സഹോദരൻ്റെ വീട്ടിലേക്ക് എത്തിയ ഘട്ടത്തിലാണ് പോലീസിന് പിടികൂടാനായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇയാൾ പ്രവർത്തിക്കുക എന്ന് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്ക് ട്രാൻസ്ഫർ ഉണ്ടായാൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിനൊരു തുടർച്ച ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ കുട്ടി പറഞ്ഞതിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത്. പോലീസുകാർ അവിടെ മാറി, അവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. ഒരു സ്റ്റേറ്റ് നൽകേണ്ട സുരക്ഷിതത്വം ആ കുടുംബത്തിന് കിട്ടിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം സമ്മതിക്കുന്നുണ്ടോ അഡ്വക്കേറ്റ് കെ സരൺകുമാർ? ഇല്ല, ഇതിലിപ്പോ ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അത് ഗൗരവമായിട്ട് തന്നെ പരിശോധിക്കുമെന്ന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജയിലിനുള്ളിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം വലിയ തരത്തിൽ ഏതെങ്കിലും ക്രൈം ചെയ്ത അല്ലെങ്കിൽ ഒരു ക്രിമിനൽ രൂപത്തിലായിരുന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള പരിഗണന ഉണ്ടായിട്ടുണ്ടാകാം. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും ഒരു 2 വർഷമായല്ലോ. ആ സമയത്തും മറ്റൊരു കുറ്റകൃത്യവും അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ ഏതെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ ആ ഭീഷണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈം രജിസ്റ്റർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു കംപ്ലൈന്റ് കിട്ടിയതായി മനസ്സിലാക്കുന്നില്ല. പക്ഷേ ജാമ്യ വ്യവസ്ഥയുടെ ഒരു കണ്ടീഷനായ നെന്മാറ പഞ്ചായത്ത് അതിർത്തിയിൽ പ്രവേശിക്കരുത് എന്ന് ലംഘിച്ചത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ പോലീസ് സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് പ്രോസിക്യൂഷൻ വഴി ആ ജാമ്യം റദ്ദാക്കാനുള്ള ഒരു മൂവ്മെന്റ് നടത്താം. അത് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമെല്ലാം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. ഒരാളെയും ന്യായീകരിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.